സ്തോത്രം ചെയ്യുന്നു. ഇതിനെ അനുവദിച്ചു തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും ഇടവക ജനങ്ങളോടും ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞാൻ സൺഡേ സ്കൂൾ പഠിച്ച ഒരു ദേവാലയമാണ്. ഇന്ന് വരെ ഞാൻ ഈ ദേവാലയത്തിൽ ആരാധിച്ചു വരുന്നു. എങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടിയത്. ആയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വല്ലതും വരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന വചനം ഏവൻഗേലിയോൻ വായിച്ചത് 6:9 അത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 6:1 മുതൽ 4 വരെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 6:1 മുതൽ 4 വരെ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുൻപിൽ കാഹളം ഊതിക്കരുതേ. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടം കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അനേകര് ഭാരത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഒക്കെ കഴിയുന്നവരുണ്ട്. ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ കണ്ണ് ലോകത്തിലോട്ടൊന്ന് ഓട്ടിക്കുമ്പോൾ നമ്മളെ കാട്ടി എത്രയോ ദുഃഖത്തിലും ഭാരത്തിലും കണ്ണുനീരിലും കഴിയുന്നവരുണ്ട്. നമ്മൾ ലോകത്തിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ അവർക്ക് അവരുടെ കണ്ണുനീരിനെ കണ്ട് മനസ്സലിഞ്ഞ്, ദുഃഖങ്ങളെ കണ്ട് മനസ്സലിഞ്ഞ് അവർക്ക് അവർ യാചിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹകരമായി തീരുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ കണ്ണുനീരോടെ ജീവിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ടല്ല, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ നോയമ്പിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതാണ്. നമ്മളിവിടെ നോയമ്പിൻ്റെ പ്രാർത്ഥനയിൽ ആദ്യത്തെ ദിവസം കേട്ടത് കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നുള്ളതാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ കേട്ടത് പരീശൻ്റെ ജീവിതത്തെ പറ്റിയാണ്. മൂന്നാമത്തെ ദിവസം നമ്മൾ കേട്ടത് നമ്മൾ ഭൂമിയിൽ കെട്ടപ്പെടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കണം എന്നാണ് കേട്ടത്. എന്നാൽ നമ്മൾ നാലാമതായി കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ നോയമ്പ് പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു പുതുക്കം പ്രാപിക്കണം. നമ്മളൊരു പുതുമയുള്ളവരായിരിക്കണം. നമ്മുടെ പഴയ സൃഷ്ടികളെയൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു പുതിയ രൂപാന്തരപ്പെടുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിപ്പാനും മറ്റുള്ളവരുടെ കണ്ണുനീര് കാണുവാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കാണുവാനും നമ്മൾ ഒന്ന് ആഴത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ ജീവിതം ഒന്ന് കാണുവാൻ നമുക്ക് ദൈവം അവസരം തരും. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ ഓരോന്നും ഉപ്പിനാൽ രുചി വരുത്തിയതും തേനിലാൽ മധുരമുള്ളവയായിരിക്കണം. നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളിൽ നിന്നൊരു സ്നേഹ അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ഉപ്പിനാൽ രുചി വരുത്തിയതും തേനിലാൽ മധുരമുള്ള വാക്കുകളുമായിരിക്കണം. അപ്പോഴാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് പകർന്നു കൊടുക്കുമ്പോൾ ദൈവമായ കർത്താവാണ് നമുക്ക് പ്രതിഫലം തരുന്നത്, അല്ലാതെ മനുഷ്യരാരുമല്ല തരുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കും, അത് മനുഷ്യർക്ക് വിളങ്ങുവാനല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ വിളങ്ങുവാനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളത് കൊടുക്കുമ്പോൾ നമ്മളെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കും. ആ അനുഗ്രഹം പിടിച്ചു പറ്റാനാണ് നമ്മുടെ ഈ നോയമ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെ രണ്ടുപേരെ നമുക്കൊന്ന് നോക്കാം. വചനത്തിൽ ഒന്ന് നോക്കാം. രണ്ടുപേരുടെ കഥ. ഒരു ധനവാനും ഒരു ദരിദ്രനുമാണ്. ആ ദരിദ്രൻ ആരാണെന്ന് ചോദിച്ചാൽ ലാസറാണ്. ലാസറിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ധനവാന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ധനവാൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ലാസർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. ധനവാന് ഒരു രോഗം വരുമ്പോൾ അവൻ്റെ മുറ്റത്ത് വണ്ടിയുണ്ട്, അവന് ആസ്പത്രിയുണ്ട്, ഡോക്ടറുണ്ട്.
എന്നാൽ ലാസറിന് ആരായിരുന്നുള്ളായിരുന്നത്? ലാസറിൻ്റെ വൈദ്യനെന്ന് പറയുന്നത് നായ്ക്കളായിരുന്നു. ലാസറിൻ്റെ മരുന്നെന്ന് പറയുന്നത് നായ്ക്കളുടെ നാവായിരുന്നു. അങ്ങനെ ജീവിച്ച ലാസറും മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. അപ്പോൾ ഈ ധനവാൻ മരിച്ച് അടക്കപ്പെട്ട് യാതന അനുഭവിക്കുന്ന സമയത്ത് ധനവാൻ മേലോട്ടൊന്ന് നോക്കിയപ്പോൾ ദരിദ്രനായി ജീവിച്ച ലാസർ എവിടെയാണ് ഇരിക്കുന്നത്? അബ്രഹാം പിതാവിൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. ധനവാൻ അത് കണ്ട് ഭാരപ്പെട്ടിട്ട് പറയുകയാണ്, കർത്താവേ, ഞാനിവിടെ കടന്ന് യാതന അനുഭവിക്കുന്നു. ലാസറിൻ്റെ വിരലിൻ്റെ തുമ്പൊന്ന് നനച്ച് എൻ്റെ വിരലിൻ്റെ തുമ്പിൽ ഒരു തുള്ളി വെള്ളം കൊടുത്ത് എൻ്റെ നാവിനെ ഒന്ന് നനയ്ക്കണമേ എന്ന് പറയുന്നു. പക്ഷേ കർത്താവ് അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ലാസറിന് അങ്ങോട്ട് വരുവാനും നിനക്ക് ഇങ്ങോട്ട് വരുവാനും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മേലോട്ടൊന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് മേലൊരു രണ്ടായിട്ടൊരു പിളർപ്പുണ്ട്. ആ പിളർപ്പ് കടന്നെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. ആ കയറി ചെല്ലണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിവിടെ വായിച്ചതുപോലെ നമ്മുടെ ഓരോ വാക്കുകളും മറ്റുള്ളവരുടെ മുൻപാകെ ഉപ്പിനാൽ രുചി വരുത്തിയതും തേനിനാൽ മധുരമുള്ളവയായിരിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത്. നാം ഈ നോയമ്പ് പ്രാർത്ഥനയിൽ ഇറച്ചിയും മീനും കൂട്ടി ഞാൻ നോയമ്പ് നോക്കുന്നു എന്ന് പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നു ചെല്ലണം. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? എത്രയോ പേര് നമ്മളിപ്പോൾ നമ്മുടെ കണ്ണുകൾ ലോകത്തിലോട്ടൊന്ന് ഓടിക്കുമ്പോൾ എത്രയോ പേരാണ് ദുഃഖത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന എത്രയോ പേരാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ അങ്ങോട്ടൊന്ന് ഒരുങ്ങി ചെല്ലുമ്പോൾ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമുക്ക് കിളപ്പാൻ പ്രാപ്തിയില്ല, ഇരപ്പാൻ നാണിക്കുന്നു. പലരുടെയും ജീവിതം അങ്ങനെയാണ്. ഞാൻ നിങ്ങൾ നോക്കുമ്പോൾ പലരും ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുൻപാകെ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കുവാനോ ഒന്ന് പറയുവാനോ അവർക്ക് ലജ്ഞ തോന്നും. എന്നാൽ അങ്ങനെയുള്ളവരെ അറിഞ്ഞ് നമ്മൾ സഹായിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ മുൻപിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലേണ്ടത് ആവശ്യമാണ്. ഈ ലാസറിൻ്റെ ജീവിതം തന്നെ ആ ധനവാന്റെ പടിപ്പുരയ്ക്കൽ ചെന്ന് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്ക് തിന്നാണ് ലാസർ ജീവിച്ചത്. എന്നാൽ ലാസർ മരിച്ചപ്പോൾ എപ്രകാരമായിരുന്നു? കർത്താവിൻ്റെ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് കൊണ്ടുപോയത്, അല്ല ധനവാനെ പോലെ യാതന അനുഭവിക്കുന്ന സ്ഥലത്തല്ല കൊണ്ടുപോയത്. എന്നിട്ട് ധനവാൻ പറയുകയാണ്, എൻ്റെ സഹോദരങ്ങൾ എന്നെ പോലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ലാസറിനെ അവൻ്റെ അടുക്കലേക്കൊന്ന് വിടണമെന്ന്. കർത്താവ് പറഞ്ഞു, അവിടെ അവർക്ക് ദൈവശ്രേഷ്ഠന്മാരുണ്ട്, അവർ പറയുന്നത് കേട്ട് അനുസരിച്ചില്ല എങ്കിൽ ലാസർ ചെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ദേവാലയങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് അച്ഛന്മാരെ തന്നിട്ടുണ്ട്, തിരുമേനിമാരെ തന്നിട്ടുണ്ട്, നമ്മൾ വചനങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. എന്നാര് പ്രസംഗിച്ചാലും എങ്ങനെ പ്രസംഗിച്ചാലും ഈ ഒരൊറ്റ വചനം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അച്ഛന്മാർ പറയുന്നത്, തിരുമേനിമാർ പറയുന്നത്, ഉപദേശിമാർ പറയുന്നത്, ശ്രേഷ്ഠ ദാസന്മാർ പറയുന്നത് നമ്മൾ കേട്ട് അനുസരിച്ചില്ല എങ്കിൽ വേറൊരാൾ വന്ന് പറഞ്ഞാലും നമ്മൾ അനുസരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുസരണാഭാവം വേണം, ഒരു താഴ്മയുടെ ഭാവം വേണം. എന്നാലേ നമ്മുടെ ജീവിതം നമ്മൾ സ്വർഗത്തിലേക്കൊന്ന് കണ്ണുയർത്തുമ്പോൾ ആ ലാസറിനെ പോലുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുകയുള്ളൂ. അല്ല എങ്കിൽ ആ ഒരു താലന്ത് കൊടുത്തവനെ പോലെ നമ്മളെ കർത്താവായ ക്രിസ്തു അറിയുന്നില്ല എന്നൊരു വാക്ക് നമ്മളോട് പറയും. അത് കേൾക്കുവാനല്ല നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുമ്പോൾ ആ 10 താലന്തും 2 താലന്തും കൊടുത്തവനെ പോലെ മറ്റുള്ളവരെ ഒന്ന് നേടുവാനാണ് നമ്മുടെ ജീവിതം വേണ്ടത്. ആ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ പരീശനെ പോലെ അല്ല നമ്മൾ ജീവിക്കേണ്ടത്. പിന്നെയോ ആ ചുങ്കക്കാരനെ പോലെ ദൂരത്ത് നിന്ന് മാറത്തടിച്ച്, കർത്താവേ, ഈ മഹാഭാവിയായി എന്നോട് കരുണ തോന്നണമേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അല്ലാതെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഉണ്ണുവാനുണ്ട്, ഉടുക്കുവാനുണ്ട്, എല്ലാത്തിനും എല്ലാം ഉണ്ട്, നമുക്കൊരു കുറവുമില്ല എന്നൊരു ജീവിതം അല്ല നമുക്ക് വേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, ഞാൻ മേലോട്ട് നോക്കുവാൻ യോഗ്യതയുള്ളവനാണോ യോഗ്യതയുള്ളവളാണോ എന്ന് നാം ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇന്നത്തെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയാം. ആ കുഞ്ഞുങ്ങളിലേക്കൊക്കെ നമ്മളൊന്ന് കടന്നു ചെല്ലണം. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കണം: കർത്താവെ, എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭർത്താവ്, കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ചൊവ്വല്ലാത്ത ജീവിതമാണെങ്കിൽ അവരെ നീ ചൊവ്വാക്കി കൊണ്ടുവരണമേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അങ്ങനെയാണ് ചുങ്കക്കാരൻ. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. എന്നാൽ യോശുവ പറഞ്ഞത് ഞാനും എൻ്റെ കുടുംബം ഞങ്ങളെ. നമ്മൾ ഇന്നത്തെ ലോകത്ത് നമ്മുടെ കണ്ണോടിച്ചൊന്ന് ജീവിക്കുമ്പോൾ
നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങളെ, ഞാനും എൻ്റെ കുടുംബം എന്ന് പറയുന്ന അത് ഒതുങ്ങിയ ഒരു കുടുംബമാണ്, അത് മതി ഞങ്ങൾക്ക് എന്നാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അങ്ങനല്ല. ദൈവം നമുക്ക് യോശുവ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കൂടി സ്നേഹിക്കണം, മറ്റുള്ളവരെ കൂടി കാണണം, അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ അവരെ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, മറ്റാരിലും സഹായമില്ല. നമ്മളെ സഹായിക്കുവാനായിട്ട് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ദൈവമല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ഓരോ വാക്കുകളും വചനങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മുടെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, നാം പോകുന്നതും വരുന്നതും, നമ്മൾ ജോലി ചെയ്യുന്നതും എല്ലാം കർത്താവിൻ്റെ മുൻപിൽ അതെല്ലാം തെളിഞ്ഞു നിൽക്കുകയാണ്. അതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉപ്പിനാൽ രുചി വരുത്തിയതും തേനിനാൽ മധുരമുള്ളവയായിരിക്കണം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് നമ്മൾക്ക് പറയണം. ഭാരങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ കന്നാമ്മച്ച് കരഞ്ഞതുപോലെ നമ്മളും ദുഃഖത്തോടെ അതിപ്രയാസത്തോടെ കരയണം. കരഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, കന്നാമ്മച്ചി മദ്യം കഴിച്ചിട്ടാണ് കരയുന്നതെന്ന് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു. അല്ല, മനോവേദനയുള്ള ഒരു സ്ത്രീ എന്ന ദൈവം ആ അന്നാമ്മച്ചിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ അന്നാമ്മച്ചിയെ പോലെ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മളും കരയുന്നവരായിരിക്കണം. കർത്താവിൻ്റെ പാദപീഠത്തിൽ മറിയ നല്ല ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. മാർത്തയോ പലതിനെ പറ്റി ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പൊ കർത്താവ് മറിയോട് പറയാണ്, നീ നല്ല അംശം തിരഞ്ഞെടുത്തു, നിനക്കത് മതി. നമ്മളുടെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മൾ നല്ല അംശങ്ങളെ തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരുടെ എല്ലാം ജീവിതം കണ്ട് കർത്താവിനൊന്ന് സന്തോഷിപ്പാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാണ്, ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ ഇരിക്കുന്നവരെ നമ്മൾ കാണുമ്പോൾ അവരോടൊന്ന് സംസാരിപ്പാൻ, അവരോടൊന്ന് സഹകരിപ്പാൻ, അവരോടൊന്ന് ഇടപെടുവാൻ, അവർക്ക് അവരുടെ ഇല്ലായ്മ അറിഞ്ഞ് ഒന്ന് സഹായിപ്പാൻ നമ്മൾക്ക് ഇടയാകണം. അതിനാണ് നമ്മളെ ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ പറയുവാണെങ്കിൽ, എൻ്റെ കുഞ്ഞിലേ ഉള്ള ഒരവസ്ഥ പറയുവാണെങ്കിൽ, ഒരുപാട് കഷ്ടപ്പാടിലൂടെ, ഒരുപാട് ഇല്ലായ്മയിൽ കൂടി, ഒരുപാട് നിരാശയിൽ കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പലരുടെയും ജീവിതം, എൻ്റെയും ജീവിതം പല കഷ്ടങ്ങളിൽ കൂടിയാണ് ഇവിടം വരെ എത്തിയത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കരഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് നമുക്ക് മറ്റൊരാളോട് കൈനീട്ടാതെ, നമുക്ക് മറ്റൊരാളോട് ചോദിക്കാതെ നമുക്ക് ഉണ്ണാനും ഉടുപ്പാനും ദൈവം തന്നത് ആ തലമുറകൾ കരഞ്ഞതിൻ്റെ ഫലമായിട്ടാണ്, അവരുടെ കണ്ണുനീര് ഇവിടെ വീണതിൻ്റെ ഫലമായിട്ടാണ്. അതിന് പ്രകാരം ജീവിക്കുവാൻ നമ്മുടെ കണ്ണുനീര് വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീണെങ്കിലേ അവരെ ദൈവം അനുഗ്രഹിക്കൂ, ആ തലമുറ അനുഗ്രഹിച്ചു വരികയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ആ പരീശനെ പോലെയല്ല, ആ ചുങ്കക്കാരനെ പോലെ മാറത്തടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളെയും നമ്മളെ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വചനം